നമസ്കാരം. മണ്ണാസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധിച്ച നടിയും BJP നേതാവുമായ ഖുശ്ബുവിനെയും മറ്റ് വനിതാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ വലിയ വിവാദമുയരുകയാണ്. കഴിഞ്ഞ ദിവസം മധുരയിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. അറസ്റ്റ് ചെയ്ത ഇവരെ 7 മണിക്കൂർ കഴിഞ്ഞാണ് വിട്ടയച്ചത്. അറസ്റ്റ് ചെയ്തവരെ പാർപ്പിച്ച ഇടത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ആടുകളെ വളർത്താനായി വാടകയ്ക്കെടുത്ത ഒരു സ്ഥലത്താണ് ഇതിനിടയിൽ നടിയെയും മറ്റുള്ളവരെയും പാർപ്പിച്ചത് എന്നാണ് ആരോപണം. ഒട്ടും തന്നെ മര്യാദയില്ലാത്ത സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മധുരയിലും BJPയുടെ പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെ കണ്ണകി ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചായിരുന്നു റാലി ആരംഭിച്ചത്. സ്ത്രീകളിൽ പലരും കണ്ണകിയുടെ വേഷം ധരിച്ചും മുളകരച്ചുമൊക്കെയാണ് പ്രതിഷേധിച്ചത്. ചിലമ്പുകളും പലരും കയ്യിൽ കരുതിയിരുന്നു. ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് BJP നേതാക്കൾ തീർത്തത്. പ്രതിഷേധത്തെ നേരിടാൻ 200-ലധികം പോലീസുകാരെയും സംഭവ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. സ്ത്രീകളെ ആത്മാഭിമാനം പഠിപ്പിച്ചത് കലൈஞരാണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ട് എന്നുമാണ് ഖുശ്ബു പറയുന്നത്. അതേസമയം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവരെ സിമ്മക്കല്ലിലെ ആട് വ്യാപാരികളുടെ ഗിൽഡിന്റെ കല്യാണ മണ്ഡപത്തിലേക്കാണ് എത്തിച്ചത്. ഇതിന് പിന്നാലെ ഇവിടെ 300ഓളം ആടുകളെയും ചെമ്മരിയാടുകളെയും എത്തിച്ചതോടെ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായത്. വൈകിട്ടോടെ ഇവിടേക്ക് കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആടിനെ പാർപ്പിച്ചെടുത്ത വനിതാ നേതാക്കളെ എത്തിച്ചതിനെതിരെ BJP പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമായിരുന്നു അറിയിച്ചത്. അതേസമയം രാവിലെ അറസ്റ്റ് ചെയ്ത ഖുശ്ബുവിനെയും മറ്റ് വനിതാ നേതാക്കളെയും വൈകിട്ട് 6:30യോടെയാണ് വിട്ടയച്ചത്. 300ഓളം വനിതകൾക്കും 14 പുരുഷന്മാർക്കും എതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗ കേസിൽ DMKക്കെതിരെ നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയും രംഗത്ത് എത്തിയിരുന്നു. സ്വയം ചാട്ടവാറടിച്ചും ഉപവാസം ഇരുന്നുമാണ് അണ്ണാമലൈ പ്രതിഷേധിച്ചത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്ന അണ്ണാമലൈ കുറ്റപ്പെടുത്തി. കേസിലെ പ്രതി ജ്ഞാനശേഖരൻ പ്രാദേശിക DMK നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നാണ് BJPയുടെ ആരോപണം. DMK ബന്ധം കാരണം ഇയാൾക്കെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നും BJP നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. എന്തായാലും ഖുശ്ബുവിനെയും മറ്റു വനിതാ നേതാക്കളെയും ആടുകളെ പാർപ്പിച്ച ഇടത്തേക്ക് പാർപ്പിച്ചത് വലിയ വിവാദത്തിലായിട്ടുണ്ട്. ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്.